ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ശിവശക്തി. ചൈത്ര നവരാത്രി 6ാം ദിനത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ചൈത്ര നവരാത്രിയുടെ പാവനമായ ദിനങ്ങളാണ് നടക്കുന്നത്. ഈ ദിനങ്ങളിൽ മനുഷ്യർ ദേവിയുടെ ആരാധന ചെയ്ത് തനിക്ക് എത്താൻ കഴിയുന്ന ഉയർന്ന ആധ്യാത്മികതയിൽ എത്തുന്നു, ഇഷ്ടവരവും പ്രാപ്തമാക്കും. ചൈത്ര നവരാത്രി 6ാം ദിനം ദേവി കാർത്യായനിയെയാണ് പൂജിച്ച് ആരാധിക്കുന്നത്. മഹിഷാസുരമർദ്ദിനിയാണ് ദേവിയുടെ രൂപം. കാർത്യായനി ദേവിക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കളും മഞ്ഞ നൈവേദ്യവും അർപ്പിക്കാം. മഞ്ഞ നിറത്തിലുള്ള മധുരമോ തേനോ അർപ്പിക്കുന്നത് ദേവിക്ക് അതിപ്രിയങ്കരമാണ്. കാർത്യായനി ദേവിയുടെ ആരാധന കന്യകമാർക്ക് വളരെ ലാഭദായകമാണ്. കന്യകമാർക്ക് വിവാഹ സംബന്ധിതമായ സമസ്യകൾ എന്തെങ്കിലും വന്നാൽ അവർ കാർത്യായനി ദേവിയെ ആരാധിച്ചാൽ അവരെ ദേവി അനുഗ്രഹിക്കുന്നതാണ്. കൂടാതെ ആ വിഷമതകൾ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്: ശ്രീമതി രാധാറാണിയും ബാക്കിയുള്ള പ്രജത്തിലെ ഗോപികമാരും വ്രജവാസികൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ വരൻ്റെ രൂപത്തിൽ കിട്ടാനായി കാർത്യായനി ദേവിയുടെ വ്രതമാണ് എടുത്തത് എന്ന്. ദേവി കാർത്യായനിയുടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ, അതായത് വൃന്ദാവനത്തിൽ തന്നെ ഉണ്ട്. ഇത് ദേവിയുടെ ശക്തിപീഠം എന്ന പേരിലും അറിയപ്പെടുന്നു. 51 ശക്തിപീഠത്തിലെ ഒരെണ്ണമാണ് ഇവിടെയുള്ളത്. സതീമാതയുടെ കേശമാണ് ഇവിടെ വീണത്. ചൈത്ര നവരാത്രി 6ാം ദിനം ദേവി കാർത്യായനിയുടെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ജയ് ശിവശക്തി. ഹരേ കൃഷ്ണ, രാധേ രാധേ.